ലോകമെങ്ങും കാൽപന്താവേശം അലയടിക്കുമ്പോൾ ബ്രസീൽ ടീമിനോടുള്ള ആരാധന മൂത്ത് ബ്രസീൽ പ്രതീകങ്ങൾ അണിഞ്ഞ് ഊരുചുറ്റാറുള്ള സാംബാസാലി വീണ്ടും എത്തി. തുടർച്ചയായ ഫുട്ബോൾ ലോകകപ്പ് വേളകളിലായി സാംബാസാലിയുടെ ഊരുചുറ്റലിന് ഇത് 5ാം ഊഴം. തൃശൂർ വടൂക്കര സ്വദേശിയാണ് ബ്രസീലിയൻ നൃത്തത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സാംബാസാലി. 5 തവണയായി ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങൾ തുടങ്ങുമ്പോഴേ ഈ കടുത്ത ബ്രസീൽ ആരാധകൻ ബ്രസീൽ പ്രതീകങ്ങളും വർണ്ണങ്ങളും ചിഹ്നങ്ങളും അണിഞ്ഞ വാഹനവുമായി ഊരുചുറ്റാനിറങ്ങി. ബ്രസീലിന്റെ 10ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് ബ്രസീൽ താരങ്ങളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത സ്കൂട്ടറിൽ ബ്രസീൽ ടീമിന്റെ കൊടി, നെയ്മറുടെ കട്ടൌട്ട്, തലയിൽ മഞ്ഞ ചെറുപന്തുകൾ തോരണമാക്കിയ മഞ്ഞ പൂക്കൂട തുടങ്ങിയവയുമായി 2010 ലോകകപ്പ് സമയത്ത് പ്രശസ്തമായ സൗത്ത് ആഫ്രിക്കൻ ഹോൺ വൂസേല മുഴക്കിയാണ് ഊരുചുറ്റൽ. പണ്ടേ എനിക്ക് പന്ത് കളിയോട് വലിയ ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ വേഷം കെട്ടി സന്തോഷ് ട്രോഫി കാണാൻ പോയപ്പോൾ എനിക്കൊരു നല്ലൊരു സ്വീകരണം തന്നതിൻ്റെ പേരിൽ അത് വലിയൊരു ആദരവായിട്ട് ഞാൻ കണക്കാക്കി. അന്ന് മുതൽ എനിക്ക് തുടങ്ങിയതാണ്. വേൾഡ് കപ്പ് കണ്ടപ്പോൾ ബ്രസീൽ ടീമിനോട് തോന്നാൻ കാരണം അവരുടെ കളിക്കൊരു പ്രത്യേക ഒരു അഴകുണ്ട്. ആ അഴക് വേറൊരു ടീമിന് ഇന്നും വന്നിട്ടില്ല. ഈ കണ്ട കാലമായിട്ടും ആ ഒരു അഴക് ബ്രസീലിനല്ലാണ്ട് വേറെ ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ അവരല്ലാണ്ട് ഒഴിവാക്കാൻ എനിക്കിട്ട് പറ്റൂല. അപ്പോൾ അവരുടെ കളിയെങ്കിലും ആൾക്കാർ കാണണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്നത്. ആദ്യ തവണ സൈക്കിളിലും പിന്നെ കുതിരപ്പുറത്തുമായിരുന്നെങ്കിൽ തുടർന്ന് പ്രയാണം സ്കൂട്ടറിലേക്ക് മാറ്റി. പര്യടനത്തിനിടെ കൗതുകം പൂണ്ട് അടുത്തെത്തുന്ന കുട്ടികൾക്ക് ബലൂണിൽ ലൈവായി ഉണ്ടാക്കുന്ന രൂപങ്ങൾ സൗജന്യമായി നൽകും. ചെറുകാവടികൾ ഉണ്ടാക്കി വാടകയ്ക്ക് നൽകൽ, കിണർപ്പണി തുടങ്ങിയവയാണ് സാംബാസാലിയുടെ ജീവിതോപാധികൾ. ബലൂണിൽ രൂപങ്ങൾ ചമയ്ക്കാനുള്ള കഴിവ് മൂലം ആഘോഷാവസരങ്ങളിൽ ബലൂൺ ആർട്ടിസ്റ്റായും പോകാറുണ്ട്. ബ്രസീൽ ടീമിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം 70ാം വയസ്സിലും തുടരുന്ന സാംബാസാലി ഓരോ വേൾഡ് കപ്പ് പിന്നിടുമ്പോഴും ഇഷ്ട ടീമിന്റെ പേരിൽ പുതുതലമുറകൾക്ക് കൗതുകം സമ്മാനിച്ച് പ്രയാണം തുടരുകയാണ്. സ്പോർട്സ് ഡെസ്ക്, TCV.